നിങ്ങൾ ഫുള്ളായിട്ട് കാണുന്നു വേണ്ട, പക്ഷേ ഈ ഒരു പോർഷൻ നിങ്ങൾ എന്തായാലും കാണണം. നമ്മൾ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. തെറ്റിദ്ധരിക്കുന്ന അങ്ങനെ ചോദിക്കാനുള്ള ഒരു കാരണമുണ്ട്. ഈ വീഡിയോ കാണിച്ചിട്ട് വിശ്വസിക്കാത്തവരുണ്ട്. എന്നിട്ട് ഗൂഗിളിൽ നിന്ന് റെഫറൻസ് എടുത്ത് കാണിച്ചെടുത്തിട്ടാണ് പിന്നെ വിശ്വസിച്ചത്. അപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞ് നിന്നിട്ട് കുടിക്കാൻ പാടില്ല എങ്കിൽ നമ്മൾ തല മറയ്ക്കണം. അതിനായി ഇവിടുന്ന് ഞാനാണ് ഈ ബ്ലോഗ് കൊണ്ടുപോകുന്ന മുമ്പോട്ട്. അസോണിലുള്ള മണികരൻ ടെമ്പിളിലാണ് വന്നത്. ഇപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ പോകണം. ഇവിടെ ഫ്രീ ഫുഡ് ഉണ്ട്, ഫ്രീ സ്റ്റേ. യാത്ര തുടരുകയാണ്. ഓൾഡ് മണാലിയോട് വിട പറഞ്ഞ് നേരെ പോകുന്നത് കസോളിലേക്കാണ്. പോകുന്ന വഴിയിലാണ് ഗുരുദ്വാര ഉള്ളത്. ഇന്നത്തെ വിശേഷങ്ങൾ ഗുരുദ്വാരയിലാണ്. കുന്നും മലയും കാടും മേടും എല്ലാം താണ്ടി ഒരു പൈൻ ഫോറസ്റ്റിന്റെ നടുവിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 2.5 മണിക്കൂർ യാത്ര ഓൾഡ് മണാലിയിൽ നിന്നും നമ്മൾ ഗുരുദ്വാര എത്തിയിട്ടുണ്ട്. അങ്ങോട്ട് ഇറങ്ങി പോകുന്ന പാതയാണിത്. വാഹനം പാർക്ക് ചെയ്ത് ഇടുങ്ങിയ പാതയിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്കം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇവിടെ എത്തുന്നത് വരെ ഗുരുദ്വാര എന്ന് പറഞ്ഞാൽ ഒരു പീസ്ഫുൾ സ്ഥലം, ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടും. ഇത് മാത്രമാണ് എനിക്ക് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഉണ്ടായിരുന്നത്. അവിടെ എത്തിയത് കണ്ടപ്പോഴാണ് അത് എത്രത്തോളം അടിപൊളി എന്നുള്ളത് മനസ്സിലാവുന്നത്. സിഖ് മതവിശ്വാസികളുടെ ആരാധനാലയമാണ് ഗുരുദ്വാര. ഗുരുവിന്റെ വാതിൽ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. മണികനിലെ ഈ ഗുരുദ്വാര ലോക പ്രശസ്തമാവാനുള്ള ഒരു കാരണമാണ് അവിടുന്ന് ആ പൊങ്ങി വരുന്ന ആ പുക. ഇത് വെറും പുകയല്ല, അവിടുത്തെ അതിശക്തമായ ചൂട് നീരുറവകളാണ്. ഈ ഹോട്ട് സ്പ്രിങ്ങിന് നിരവധി പ്രത്യേകതകളാണുള്ളത്. അത് വഴിയെ കാണാം. യൂട്യൂബിൽ തരംഗം സൃഷ്ടിക്കും. ചൂടുവെള്ളം വരുന്നതാണ് കേട്ടോ. തണുപ്പുള്ള ചൂടുവെള്ളം ശരിക്കും ഒരു അത്ഭുതം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് ഡയറക്റ്റ് കാണാൻ പറ്റുമെന്നാണ് പറയണത്. നമുക്ക് എന്തായാലും അത് പോയി നോക്കിയിട്ട് കാണാം. എൻട്രൻസ് ആണ് കേട്ടോ ആ കാണുന്നത്. നമ്മളിപ്പോൾ ഏകദേശം ഇതിന്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. ഇത് ഒരുപാട് നടന്ന് കാണാനുണ്ട്. കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. നമ്മൾ അകത്തേക്ക് കയറണമെങ്കിൽ നമ്മൾ ഇതിന്റെ അകത്ത് ചെരുപ്പ് ഊരി വെക്കണം. ചാക്കിലോട്ട് ചാക്ക് ഊരണം. ഞങ്ങളിപ്പോ അകത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. ഇവിടുന്ന് ഞങ്ങോട്ട് നിങ്ങൾ കാണാത്ത കുറെ വ്ളോഗേഴ്സിനെ കാണാൻ വേണ്ടി പറ്റും. ഉള്ളിലേക്ക് ചപ്പല അലൗഡ് അല്ല, അതുകൊണ്ട് തന്നെ ഇവിടെ എടുത്തു വെക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. അകത്തേക്ക് കയറാൻ നിൽക്കുകയാണ്. ഇവിടെ ക്യാമറ ഒക്കെ ഉണ്ട്. ഞാനാണ് ഈ ബ്ലോഗ് കൊണ്ടുപോകുന്ന മുമ്പോട്ട്. ഗൈസ്, നമ്മൾ ഫ്രീ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. നല്ല മനുഷ്യന്മാരാണ് നമ്മൾ. ऊपर चलेगा तो नीचे चलेगा. ബ്ലോഗും കേട്ട് ആകെ കയറാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ ഫുഡിന്റെ ആൾ കേട്ടോ. ഇവിടെ ചെന്നിരുന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം പോലെ ഫുഡ് കിട്ടും. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. എല്ലാവരും തല മറക്കണം. ഷാളോ തൊപ്പിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും മതി. എല്ലാത്തവർക്ക് വേണ്ടി ഇവിടെ ബോക്സിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തലമറക്കൽ സുന്നത്താണ്. അത് തലമറക്കൽ സുന്നത്താണ്. അതങ്ങനെ തലയ്ക്കാൻ ഇറക്കണം. അസോണിലുള്ള മണികരൻ ടെമ്പിളിലാണ് വന്നത്. ഇപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ പോകണം. ഇവിടെ ഫ്രീ ഫുഡ് ഉണ്ട്, ഫ്രീ സ്റ്റേ. കഴിക്കണമെങ്കിൽ നമ്മൾ തല മറയ്ക്കണം. അതിനായി ഇവിടുന്ന് കിട്ടും. കൈ വാഷ് ചെയ്ത് ഫുഡ് കഴിക്കാൻ്റെ ഗ്ലാസും പ്ലേറ്റൊക്കെ നമ്മൾ ഇവിടുന്ന് കളക്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ അവിടെ പോയി ഇരിക്കുകയാണ് ചെയ്യല്. അപ്പോൾ ഒരു ഫുഡ് കൊണ്ടുവന്ന് സെർവ് ചെയ്യും. അതുപോലെ തന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പാത്രം അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ വാഷ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതിൽ വാഷ് ചെയ്തിട്ട് വെക്കും വേണം. നമ്മളിവിടെ ചെന്നിരുന്ന 5 മിനിറ്റിനുള്ളിൽ തന്നെ ഫുഡും അതുക്കുള്ള കറികളും വെള്ളവും എല്ലാം വരും കേട്ടോ. ഫ്രീ ആന്ന് വെച്ചിട്ട് ഒരു നമ്മൾ അങ്ങനെയൊന്നുമില്ല, ഭയങ്കര റെസ്പെക്ട് ചെയ്തിട്ടാണ് ആ ഫുഡൊക്കെ നമുക്ക് വിളമ്പി തരാം. നമ്മൾ ഫുഡ് ഇവിടെ ചപ്പാത്തി ഫുഡ് വിളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരാൾ വന്നിട്ട് പുറകെ മറ്റേ ആൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ എപ്പോൾ വന്ന് എണീക്കണോ അതുവരെ ഫുഡ് വന്നുകൊണ്ടേയിരിക്കും. ഇവിടെ ഇങ്ങനെ ഇരുന്നാ മതി. ഇവിടെ ഫുഡ് ഇങ്ങനെ വരും. ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട്. മഞ്ഞക്കറിയും ഈ പമ്പയർ കറിയും നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ്. ഫുഡ് കഴിക്കാൻ ആരും മറക്കരുത് അല്ലേ? ഫുഡ് കഴിക്കണം. മഞ്ഞക്കറി നല്ല നല്ല ഫുഡാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കാണാട്ടോ. നല്ല അടിപൊളി. അപ്പൊ കുറച്ച് ദിവസമായിട്ട് ഫുള്ള് പൈസ കൊടുത്തിട്ടല്ലേ ഫുഡ് കഴിക്കണേ. നമ്മള് നേരത്തെ ക്ലാസ് അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാല് ചായ ഉണ്ട്. അടിപൊളി സംഭവം. മക്കളെ, ചായ എങ്ങനെ ഉണ്ടടാ? എന്താണ്, കട്ടൻ ചായ ആണോ പാൽ ചായ? നോക്കട്ടെ. ഓ
മൈ ഗോഡ്, അടിപൊളില്ലേ. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടെ ഇങ്ങനെ എക്സ്പീരിയൻസ്. ഗൈസ് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? നല്ല ചോറ് തിന്ന് നമ്മൾ പിന്നെ ചായ ഒക്കെ കുടിച്ച് കൊള്ളാലോ. അരച്ചെന്താ നല്ല നാട്ടിലത്തെ ടേസ്റ്റുള്ള കറിയും പിന്നെ ചോറും കൂട്ടി ഒരു പിടുത്ത ചേനക്കറിയും കേരള ചായ. നമ്മുടെ നാട്ടിലത്തെ ആരോ ഇത് തേങ്ങ അരക്കും. ഈ ആൾക്കാര് വന്നോണ്ട് നിൽക്കുന്നുണ്ട്. നമ്മളൊന്ന് കിച്ചണിൽ പോയി നോക്കട്ടെ. അപ്പോ ഗൈസ് നമ്മളിവിടുന്ന് നിന്നിട്ട് സംസാരിച്ചുകൊണ്ടായിരുന്നു ചായ കുടിച്ചിരുന്നത്. അപ്പൊ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞ് നിന്നിട്ട് കുടിക്കാൻ പാടില്ല, നിങ്ങളവിടെ ഇരുന്നിട്ട് കുടിക്കണം എന്നല്ല. അപ്പൊ അത്രത്തോളം അവര് ഇതിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് വരുമ്പോ തന്നെ അവര് ഈ തലമറക്കാനുള്ള ഈ ഒരു തൊപ്പി നിങ്ങൾ കാണില്ലേ, അത്രയും കെയർ ആയിട്ടാണ് അവര് തന്നിട്ടുള്ളത്. അപ്പോൾ ഫുഡിനോട് അവർ അത്രയും റെസ്പെക്റ്റും കാര്യമെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് ഇവരെ ആൾക്കാർക്ക് കൊടുക്കുന്നത്. ഏത് മതത്തിലുള്ള ഏതൊരാൾക്കാർക്കായിരുന്നു ഇവരൊരു ട്രീറ്റിംഗ് ആണ് ഇവിടെ. ഇവിടുത്തെ ഒരു പ്രധാനിയാണ്. ഇങ്ങനത്തെ കുറെ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടി പോയപ്പോൾ ഒരു അനുഗ്രഹമൊക്കെ തന്ന് കുറച്ച് കൽക്കണ്ടൊക്കെ പ്രസാദമൊക്കെ ആയിട്ട് സ്ഥലത്തേക്കാണ് പോണത്. ഈ കേൾക്കുന്ന റെക്കോർഡിംഗ് അല്ല, ആൾക്കാർ അവിടെ ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു നിശ്ചിത ഘട്ടത്തിലെത്തുമ്പോൾ ഇതുപോലെ പ്രസാദം വരി നിന്ന് വാങ്ങിക്കണുണ്ടിട്ട് എല്ലാവരും. എന്തോ ഗോതമ്പ് ഉണ്ടാക്കിയ ഒരു പ്രസാദമാണ്. നമ്മൾ ഇതിലൂടെ ഒക്കെ നടന്നു പോലില്ല. ഈ ഹാളിന്റെ ഉള്ളിൽ കയറിയാൽ പ്രത്യേക മര്യാദയും സൈലൻസും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തിട്ട് വേണം ഇതിന്റെ ഉള്ളിൽ കയറാൻ. അതുപോലെ ഇതിന്റെ ഉള്ളിൽ കയറുമ്പോഴും തലമറക്കണം. സിഖുകാരുടെ വിശുദ്ധ ഗ്രന്ഥമായ ഗുരു ഗ്രന്ഥ് സാഹിബാണ് ഗുരുദ്വാരയിലെ പ്രധാന പ്രതിഷ്ഠ. വിഗ്രഹങ്ങൾക്ക് പകരം ഈ വിശുദ്ധ ഗ്രന്ഥത്തെയാണ് അവർ ആരാധിക്കുന്നത്. കുളിക്കാനുള്ള സ്ഥലം ഒരുപാടുണ്ട്. ഈ വെള്ളത്തിൽ കുളിച്ചാൽ ചർമ്മത്തിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടെന്ന് പറയുന്നത്. ബാക്കിൽ പോകാണ്ടോ? പോകാനുണ്ടോ? അവിടെ 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 ഇത് എന്താ അറിയോ, ആ ചൂടുവെള്ളത്തിന്റെ പവറാണ് കേട്ടോ, അല്ലാതെ മഞ്ഞൊന്നും അല്ല. അത്രയും ഹോട്ടാണ്, അത്രയും ഹോട്ട്. നമ്മൾ കൈ വെച്ചാൽ തളച്ചൊരുക്കി പോകും. അത്രയും തണുപ്പുള്ള സ്ഥലം. അല്ല തണുപ്പല്ല, ചൂടുള്ള വെള്ളം ഭൂമിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. കാണിച്ചു ഈ വെള്ളത്തിന്റെ സൗണ്ടും ആസ്വദിച്ച് ഇവിടെ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് കണ്ണിങ്ങനെ അടിച്ചിരുന്നാൽ കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ, വേറെ ലെവലാണ്. ഫുൾ ഫെസിലിറ്റി ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് ചാർജിങ് സ്റ്റേഷന് അടിപൊളി കാര്യം. ഇഷ്ടംപോലെ റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ പറഞ്ഞു കേൾക്കുമ്പോൾ ശരിക്കും ഇത്ര അല്ലല്ലേ, പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മൾ ഇത്ര സെറ്റപ്പാന്ന് ഒരിക്കലും പ്രതീക്ഷിക്കണില്ല. ഒരിക്കലും ചെയ്താൽ എല്ലാ മതത്തിനും ഒരുപോലെ ഒരു സ്നേഹിക്കുന്നുണ്ട്. കണ്ടോ, ഇതാ ക്രിസ്ത്യൻസ്, മുസ്ലിംസ്, എല്ലാ മതങ്ങളും ഉണ്ട് കേട്ടോ ഇതില്. ഇവിടൊക്കെ ഹോട്ട് വാട്ടറിൽ കുളിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അവിടെയുള്ള വേറെ പ്രതിഭാസം കേട്ടോ ഹോട്ട്. ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ കുനിഞ്ഞ് വേണം കയറാൻ. അതിൻ്റെ ഉള്ളിൽ കുറച്ച് പാറകളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ പുറത്തൊക്കെ തണുപ്പല്ലേ, അതിൻ്റെ ഉള്ളിൽ നല്ലൊരു ചൂടാട്ടോ. നമുക്ക് നല്ല സുഖമാണ് അവിടെ സ്പെൻഡ് ചെയ്യാൻ. നല്ല ചൂടാണ്. ഒക്കെ ഗുഹന്റെ ഉള്ളിൽ ഇങ്ങനെ വരികയാണ്. ശരിക്കും ആ പാറ അതുപോലെ തന്നെ വെച്ചാണ്. അതുപോലെ തന്നെ അവിടെ ഷോപ്പിങ്ങിനുള്ള ഒരു തെരുവ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ നിരവധി ഐറ്റംസും ഉണ്ട്. അടുത്ത പ്രതിഭാസം ഒരു അടിപൊളി സംഗതിയാണ് കേട്ടോ. ആ ചൂടുവെള്ളല്ലേ, അതാണ് ഇവിടെയൊക്കെ കെട്ടി നിർത്തിയിട്ടുള്ളത്. ഇവിടെ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ സ്ഥലം ഇതാണ് കേട്ടോ. ആ ചൂടുവെള്ളം ദാ ഇവിടെ 2 സൈഡിലായിട്ട് ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുണ്ട്. അതിൽ നിന്നിട്ട് ചെയ്യുന്ന പരിപാടികൾ നിങ്ങൾ കാണേണ്ടതാണ്. ചോദിച്ചോ, കോനോട് ചോദിച്ചോക്കെ. ചോറ് എടുത്തോണ്ട് പോയടാ. ഇവിടെ അടുപ്പൊന്നും വേണ്ട. അത് ഈ 2-3 ഇതായി പാറ, അതിന്റെ ഉള്ളിൽ നിന്നാണ് വെള്ളം വരുന്നത്. ഇവിടെ നിന്നാണ് ഫുൾ സപ്ലൈ.
ഇവിടെ വരുന്ന ഇത്രയും ആൾക്കാർക്ക് ഫ്രീ ഫുഡാന്ന് പറഞ്ഞല്ലോ, അതൊക്കെ ഈ ചൂടുവെള്ളത്തിൽ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഒരു വിറകോ ഗ്യാസോ ഒന്നും യൂസ് ചെയ്യാതെ. അതുപോലെ തന്നെ ഇയാൾ ഇവിടെ കുറേ അരി ചെറിയ ചെറിയ പാക്കറ്റിലാക്കി വെക്കുന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഇപ്പോഴത്തെ ഇതാ നൂലിൽ കെട്ടിയിട്ട് ഈ വെള്ളത്തിലിടുക. കുറച്ച് സമയം കഴിയുമ്പോൾ അത് ചോറായിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ആ പ്രതിഭാസം നമുക്ക് നേരിട്ട് അനുഭവിക്കാനുള്ള ഒരു ചാൻസും കൂടെയാണ്. പക്ഷേങ്കിൽ ഞങ്ങൾക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളതിൽ നിന്നില്ല. അവിടുന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഈ തെരുവിലൂടെ ഒന്നും ഇങ്ങനെ നടന്നാൽ നമുക്ക് ഉള്ളിലേക്കുള്ള എൻട്രി തന്നെയാണ് കേട്ടോ. ATM ഫെസിലിറ്റി ഉണ്ട് ഇവിടെ. അങ്ങനെ ഇതാ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവിടുന്ന് ഒന്നും ഇങ്ങോട്ട് നടന്നപ്പോൾ കണ്ടൊരു കാഴ്ച കേട്ടോ. ഈ വെള്ളം കാണാനുള്ളൊരു മനോഹാരിത, ആ ഒഴുകി വരുന്ന നദി തന്നെയാണ്. അടിപൊളിയല്ലേ. ഒറ്റ വീഡിയോ ലെങ്ത് കുറക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിടുന്നു കേട്ടോ. നെക്സ്റ്റ് എപ്പിസോഡ് കസോളിലെ അടിച്ചുപൊളിയാണ് കേട്ടോ.